ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് ന്യൂട്രീഷൻ ആയിട്ടുള്ളൊരു മീലാണ്. അതിന് ഞാൻ കുറച്ച് തക്കാളി, മുരിങ്ങയിലയും പിന്നെ ശകലം വെളുത്തുള്ളിയും ഒരു സവോള എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചാറ് കറി വെക്കാനായിട്ടാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും തക്കാളിയും വെളുത്തുള്ളിയും സവോളയൊക്കെ ഇട്ടൊന്ന് വഴറ്റി 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോഴത്തേക്കും ഈ തക്കാളിയെല്ലാം വെന്ത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ടാകും. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് വെള്ളം ആഡ് ചെയ്യേണ്ടത്. ഇതുണ്ട്, ഇതുപോലെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ശകലം ഗരം മസാല ഇതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. അതിലേക്ക് പൊടികളെല്ലാം അതിലൊന്ന് പിടിക്കാനും ആ പച്ചമണമൊന്ന് മാറി കിട്ടാനും വേണ്ടിയാണ്. ഇങ്ങനെ മുരിങ്ങയ്ക്ക കൊണ്ട് ചാറ് വെച്ച് ഇതിനകത്ത് പറയുന്ന ഇലത്തോരനും ചിക്കൻ ഫ്രൈയും ഒക്കെ കൂട്ടി നമ്മളൊരു സമ്പൂർണ്ണ ഭക്ഷണം കഴിക്കുവാണെങ്കിൽ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനും നാരുകളും വൈറ്റമിൻസും എല്ലാം കൂടെ കിട്ടും. ഇങ്ങനെ കഴിക്കുമ്പം കാർബോഹൈഡ്രേറ്റ് കുറവ്. ഒരു ചെറിയ ബൗൾ ചോറ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതുപോലെ നന്നായിട്ട് മുളക് പൊടിയെല്ലാം അതിൽ പിടിച്ചിട്ടുണ്ട്, മസാലയെല്ലാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ചാറായിട്ടാണല്ലോ ഇത് വെക്കുന്നത്. വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴത്തേന് ഇത് ഒന്ന് തിളച്ച് വരും. അതിലേക്ക് മുളക് പൊടി, അതിനകത്തൊക്കെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം പിടിക്കും. മുരിങ്ങയ്ക്ക കൊണ്ട് ചാറ് വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാകും. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയുകൊണ്ട് രോഗപ്രതിരോധ ശക്തി കൂട്ടും. അതുമാത്രമല്ല, പാലിലുള്ളതിനേക്കാൾ കൂടുതൽ കാൽസ്യം ഒക്കെ ഈ മുരിങ്ങയിലയിലുണ്ട്, മുരിങ്ങയ്ക്കായിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ബലം കൂട്ടും. അങ്ങനെ നമ്മുടെ പല്ലിനൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കും. ഇത് തിളച്ച് കഴിഞ്ഞ് നമ്മൾ വാങ്ങാറാവുമ്പോഴാണ് നമ്മളിതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. നമ്മൾ കട്ടിയുള്ള 1-ാം പാൽ തന്നെ ചേർക്കണം. ആ പാലും കൂടി ഒഴിച്ച് 1 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാറ് കറി റെഡിയായി. ഇനി നമുക്ക് തോരൻ ഉണ്ടാകും. ഇലയാണ്, ഞാൻ കുറച്ച് ചീര ഇല എടുത്തിട്ടുണ്ട്. കുറച്ച് സവോളയും പച്ചമുളകും ആവശ്യത്തിന് തേങ്ങയും കൂടി ഇട്ട് അതൊന്ന് ഞാൻ തോരൻ വെച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ദഹനപ്രക്രിയ മെച്ചപ്പെടുത്താനും നമ്മുടെ കണ്ണുകളുടെ കാഴ്ചശക്തി കൂട്ടാനും പിന്നെ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയതുകൊണ്ട് അടിപൊളിയാണ്. നമ്മുടെ ദഹനമൊക്കെ സൂപ്പറായിട്ട് നടക്കും. അതുപോലെ തന്നെ ഈ മുരിങ്ങയ്ക്ക കഴിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാര, പ്രമേഹത്തെ നിയന്ത്രിക്കാനൊക്കെ സഹായിക്കുന്നതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പ്രോട്ടീൻ റിച്ച് ആയിട്ട് നമ്മുടെ ചിക്കനാണ്. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനാവശ്യത്തിനായ മസാലയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവ് ഞാൻ കാണിച്ചില്ല, ഇനിയൊരു വീഡിയോയിൽ കാണിച്ചു തരാം. എന്നിട്ട് നന്നായിട്ട് ആ ചിക്കനിൽ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കൻ കഴിക്കുമ്പോൾ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. മസിലുകളുടെ വളർച്ചയ്ക്ക് ഇത് വളരെ നല്ലതാണ്. പിന്നെ ഇത് വൈറ്റമിൻ B6ഉം B12ഉം ഒക്കെ അടങ്ങിയ ഒന്നാണ്. ഇതാണ് ഞാൻ ചിക്കന് ഫ്രൈ ചെയ്തെടുത്തതുണ്ട്. ഇതിന് ശേഷം നമുക്കിനി ചോറ് കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ന്യൂട്രീഷൻസ് മീൽ തന്നെ റെഡി ആയിട്ടുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഒരുപാട് പൈസയൊന്നും ആവില്ല ഇങ്ങനെയൊക്കെ ഫുഡ് വെച്ച് കഴിക്കാൻ. നമ്മുടെ വീട്ടിലെ ചീരത്തോരനും ചിക്കനും കടയിൽ നിന്ന് വാങ്ങിയ ചിക്കനും പിന്നെ മുരിങ്ങയ്ക്കായും അടിപൊളി ഒരു ന്യൂട്രീഷൻസ് തന്നെയാണ്. എന്തായാലും എല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കണം. ഹെൽത്തി ആയിട്ടിരിക്കണം. ഇടയ്ക്ക് ചെറുതായി എക്സസൈസൊക്കെ ചെയ്ത് ഈവനിങ്ങിലോ മോർണിംഗിലോ ഒക്കെ ഹെൽത്തി ആയിട്ട് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.